പൂർവ്വതീര തുറമുഖങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് HSA സോഷ്യൽ സയൻസിനും മറ്റുള്ള PSC എക്സാമിനും ഉപകാരപ്രദമായിരിക്കും. ഇതിൻ്റെ അവസാനം ഞാൻ കോഡ് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. പൂർവ്വതീരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കിഴക്കുവശത്തുള്ള തുറമുഖങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ തുറമുഖം ഹാൽഡിയ. ഹൂഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊൽക്കത്ത തുറമുഖം ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമാണ് ഹാൽഡിയ തുറമുഖം. പ്രധാനമായും കൽക്കരിയും പെട്രോളിയവും കൈകാര്യം ചെയ്യുന്നു. ഇത് പശ്ചിമ ബംഗാളിലാണ് ഈ തുറമുഖം ഉള്ളത്, ഹാൽഡിയ തുറമുഖം. രണ്ടാമത്തേത് പാരദ്വീപ്. കിഴക്കൻ തീരത്ത് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പാരദ്വീപിലൂടെയാണ്. കിഴക്കൻ തീരത്ത്, അതായത് പൂർവ്വ തീരത്ത് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പാരദ്വീപ് തുറമുഖത്തിലൂടെയാണ്. 1964 ഈ തുറമുഖം പ്രവർത്തനം ആരംഭിച്ചത്. 1966 ഏപ്രിൽ 18 മേജർ തുറമുഖ പദവി ലഭിച്ചു. മൂന്നാമത്തെ തുറമുഖം വിശാഖപട്ടണം. തിളങ്ങുന്ന രത്നം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് വിശാഖപട്ടണം. തിളങ്ങുന്ന രത്നം എന്നറിയപ്പെടുന്ന പട്ടണം വിശാഖപട്ടണം. ഇന്ത്യയിലെ പഴക്കം ചെന്ന തുറമുഖങ്ങളിൽ ഒന്നാണ് വിശാഖപട്ടണം തുറമുഖം. ഇന്ത്യയിലെ പഴക്കം ചെന്ന തുറമുഖങ്ങളിൽ ഒന്നാണ് വിശാഖപട്ടണം. ഇന്ത്യയിലെ അന്തർവാഹിനി നിർമ്മാണ കേന്ദ്രം വിശാഖപട്ടണത്താണ്. ഇന്ത്യയിലെ അന്തർവാഹിനി നിർമ്മാണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തുറമുഖം വിശാഖപട്ടണം. ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖവും വിശാഖപട്ടണം തുറമുഖമാണ്. ഇതിൻ്റെ ആഴം 17 മീറ്റർ. നാലാമത്തെ തുറമുഖം എണ്ണൂർ. തമിഴ്നാട്ടിലാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 1999 മേജർ തുറമുഖ പദവി ലഭിച്ചത്. മേജർ തുറമുഖ പദവി ലഭിച്ചത് 1999. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖവുമാണ് എണ്ണൂർ തുറമുഖം. ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖം എണ്ണൂർ, തമിഴ്നാട്ടിൽ. അഞ്ചാമത്തെ തുറമുഖമാണ് ചെന്നൈ തുറമുഖം, തമിഴ്നാട്ടിൽ. ഇത് തെക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. തെക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ചെന്നൈ തുറമുഖം, തമിഴ്നാട്ടിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ ഹാർബർ ഉള്ളതും ചെന്നൈ തുറമുഖത്താണ്. കൃത്രിമമായിട്ട് നിർമ്മിച്ച ഹാർബർ ഉള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ചെന്നൈ തുറമുഖം. മുംബൈ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ചെന്നൈ തുറമുഖം. ഒന്നാം സ്ഥാനം മുംബൈക്ക്, രണ്ടാം സ്ഥാനം ചെന്നൈക്ക്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ആക്രമിക്കപ്പെട്ട ഏക ഇന്ത്യൻ തുറമുഖം. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ആക്രമിക്കപ്പെട്ട തുറമുഖമാണ് ചെന്നൈ തുറമുഖം. ആറാമത്തെ തുറമുഖമാണ് തൂത്തുക്കുടി. അതും തമിഴ്നാട്ടിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖമാണ് തൂത്തുക്കുടി തുറമുഖം. V.O. ചിദംബരം തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നു. തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ മറ്റൊരു പേരാണ് V.O. ചിദംബരം തുറമുഖം. പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖമാണ് തൂത്തുക്കുടി തുറമുഖം, അല്ലെങ്കിൽ V.O. ചിദംബരം തുറമുഖം. തൂത്തുക്കുടി നഗരം ഇന്ത്യയുടെ മുത്തു നഗരം എന്നും അറിയപ്പെടുന്നു. തൂത്തുക്കുടി നഗരം ഇന്ത്യയുടെ മുത്തു നഗരം എന്നും അറിയപ്പെടുന്നു. പ്രധാനമായും ഉപ്പാണ് ഈ തുറമുഖത്തിലൂടെ കൈകാര്യം ചെയ്യുന്നത്. ഉപ്പാണ് പ്രധാനമായും ഈ തുറമുഖത്തിലൂടെ കൈകാര്യം ചെയ്യുന്നത്. ഏഴാമത്തെ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ. ഇത് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി മേജർ പദവി ലഭിച്ച തുറമുഖമാണ് പോർട്ട് ബ്ലെയർ തുറമുഖം.
സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. സൗദി അറേബ്യ, US, സിംഗപ്പൂർ കപ്പൽ പാതയിലാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യ, US, സിംഗപ്പൂർ കപ്പൽ പാതയിലാണ്. ഇനി ഈ തുറമുഖങ്ങളുടെ കോഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ തുറമുഖം ഹാൽഡിയ ആയിരുന്നു. സെക്കൻഡ് വൺ തൂത്തുക്കുടി, തേർഡ് വൺ ചെന്നൈ, ഫോർത്ത് വൺ എണ്ണൂർ, ഫിഫ്ത്ത് വൺ വിശാഖപട്ടണം, സിക്സ്ത് വൺ പാരദ്വീപ്, ലാസ്റ്റ് വൺ പോർട്ട് ബ്ലെയർ. എങ്ങനെയാണ് ഇതിൻ്റെ കോഡ് വരുന്നതെന്ന് വെച്ചാൽ, ഹാൽഡിയയിൽ തൂത്തുവാരാൻ ചെന്ന എന്നെ വിശാഖ് പാരക്കോൽ എടുത്തടിച്ചു പോയി. ഈ സെൻറ്റൻസ് ഓർത്തിരുന്നാൽ ഈ തുറമുഖങ്ങളുടെ പേര് പോകുകയില്ല. ഹാൽഡിയയിൽ തൂത്തുവാരാൻ ചെന്ന എന്നെ വിശാഖ് പാരക്കോൽ എടുത്തടിച്ചു പോയി. ഹാൽഡിയയിൽ, ഹാൽഡിയ തുറമുഖം. തൂത്തുവാരാൻ, തൂത്തുക്കുടി. ചെന്ന, ചെന്നൈ. എന്നെ, എണ്ണൂർ. വിശാഖ്, വിശാഖപട്ടണം. പാരക്കോൽ, പാരദ്വീപ്. എടുത്തടിച്ചു പോയി, പോർട്ട് ബ്ലെയർ, പോയി. ഈ കോഡിലൂടെ എല്ലാവർക്കും പൂർവ്വതീരത്തെ തുറമുഖങ്ങളുടെ പേര് മറന്നു പോകാതെ പഠിക്കുവാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനി എന്തെങ്കിലും തെറ്റുകൾ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കണം.